ടോറസിന്റെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലെ ഒരു പ്രധാനപ്പെട്ട ടേമിനെ കുറിച്ച് മാത്രമാണ്. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് +1 +2 സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ എന്താണ് ഇക്കണോമിക്സിലെ ഏറ്റവും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തിയറീസ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളതും അറിയാൻ ആഗ്രഹമുള്ളവർക്കും ഈ ക്ലാസ് കേൾക്കാവുന്നതാണ്. അതിന് മുകളിലുള്ള ഡിഗ്രി PG സ്റ്റുഡൻസ് ഈ ക്ലാസ് കേൾക്കണമെന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ബോറിംഗ് ആയിരിക്കും ഈ ക്ലാസ്. കാരണം അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ അറിയാവുന്നതുകൊണ്ട് അറിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും കേട്ടിരിക്കുക എന്ന് പറയുന്നത് ടൈം കളയുന്നതിന് തുല്യമായതുകൊണ്ട് അവർ ഈ ക്ലാസ് കേൾക്കണമെന്നില്ല. അതുകൊണ്ട് +1 +2 സ്റ്റുഡൻസ് ഈ ക്ലാസ് കേട്ട് ഇത് ഗ്രഹിക്കാൻ ശ്രമിക്കുക. ഇത് ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വരുന്ന എക്സാമിനേഷനിൽ വളരെ വൃത്തിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കണം. നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ ക്ലാസ്സുകളൊന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പോൾ നമുക്കിനി നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചാണ്. ഇക്കണോമിക്സിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടേമാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രൊഫസർ ഹിഗ്സ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് X for Y measures the number of units of Y that must be sacrificed for a unit of X gained so as to maintain a constant level of satisfaction. ഇവിടെ X and Y എന്ന് പറയുന്ന രണ്ട് ഗുഡ്സ് അടങ്ങിയ സെറ്റ് ഓഫ് കോമ്പിനേഷനെ കുറിച്ചും കൂടെ പരാമർശിക്കുന്നുണ്ട്. ആ സെറ്റ് ഓഫ് കോമ്പിനേഷനിൽ ഒരു സെറ്റ് തരുന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് ചേഞ്ച് വരാതെ അതിൻ്റെ കോമ്പിനേഷൻ ഫോം മാറ്റണമെങ്കിൽ എക്സും വൈയും എത്രയാണോ അതിൽ നിന്ന് എക്സ് കൂട്ടുന്നതിനോ വൈ കൂട്ടുന്നതിനോ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ ലെവൽ ഓഫ് കോമ്പിനേഷനിൽ ചേഞ്ച് വരാതെ ഒരു കമ്മോഡിറ്റി എത്രയാണോ മറ്റൊരു കമ്മോഡിറ്റിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് അതിൻ്റെ തോതിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ട്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വൈ ദാറ്റ് മസ്റ്റ് ബി സാക്രിഫൈസ്ഡ്. വൈ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു ഫോർ ദ യൂണിറ്റ് എക്സ് ഗെയിൻഡ്, യൂണിറ്റ് ഓഫ് എക്സ് കിട്ടുന്നതിന് വേണ്ടി. അറ്റ് ദ സെയിം ടൈം മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഒരു കോൺസ്റ്റന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ കോൺസ്റ്റന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും എക്സിൽ വരുന്ന ചേഞ്ച് എത്രയാണോ വൈയിൽ വരുന്ന ചേഞ്ച് എത്രയാണോ എന്ന് പറഞ്ഞാൽ എക്സ് എത്രയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് വൈ എത്രയാണോ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് ഇതിൻ്റെ തോതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വൈ ഈസ് ടു എക്സ്. അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് നമ്മളിവിടെ താഴെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദ റേറ്റ് അറ്റ് വിച്ച് കൺസ്യൂമർ ക്യാൻ ഗിവ് അപ്പ് ദി എമൗണ്ട് ഓഫ് വൺ ഗുഡ് ടു അനദർ വിത്തൗട്ട് സാക്രിഫൈസിങ് യൂട്ടിലിറ്റി ഈസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദ റേറ്റ് അറ്റ് വിച്ച് വൺ കൺസ്യൂമർ ക്യാൻ ഗിവ് അപ്പ് ദി എമൗണ്ട് ഓഫ് വൺ ഗുഡ് ടു അനദർ. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് വേണ്ടി എത്രത്തോളം ഗിവ് അപ്പ് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു, അതിൻ്റെ റേറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം യു മസ്റ്റ് കീപ് ഇൻ മൈൻഡ് വിത്തൗട്ട് സാക്രിഫൈസിങ് യൂട്ടിലിറ്റി. അവരുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനിൽ ഇത് വരാൻ പാടില്ല, ചേഞ്ച് വരാൻ പാടില്ല. അതിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദിസ് ഫാക്ട് ക്യാൻ ബി ഈസിലി എക്സ്പ്ലെയിൻ ത്രൂ ദിസ് ടേബിൾ. ഈ ടേബിൾ വഴി നമുക്ക് ഈ സത്യം വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ മാംഗോസും ബനാനാസും അടങ്ങുന്ന സെറ്റ് ഓഫ് കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ സെറ്റിൽ 15 മാംഗോയും 1 ബനാനയും, രണ്ടാമത്തെ സെറ്റിൽ 12 മാംഗോയും 2 ബനാനയും, മൂന്നാമത്തെ സെറ്റിൽ 10 മാംഗോയും 3 ബനാനയും, നാലാമത്തെ സെറ്റിൽ 9 മാംഗോയും 4 ബനാനയും. ഇനി
ഇതിനെ നമുക്കൊന്ന് നോക്കാം. 15+1 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് കിട്ടുന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ കൺസ്യൂമർക്ക് മാക്സിമം ഗെയിൻ ചെയ്യാവുന്ന, അയാളുടെ കയ്യിലുള്ള ഇൻകം അനുസരിച്ച് മാക്സിമം കിട്ടുന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇനി അയാൾക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക, ഈ കോമ്പിനേഷൻ. അപ്പം അയാൾ സെക്കൻഡ് കോമ്പിനേഷൻ എടുക്കാൻ നോക്കുകയാണ്. 12 മാംഗോയും 2 ബനാനയും. ഇതിൽ നിന്ന് കിട്ടുന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും ഇതിൽ നിന്ന് കിട്ടുന്നതും ഒന്നാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇയാൾ എത്ര മാംഗോ സാക്രിഫൈസ് നോക്കാം? 3 മാംഗോ സാക്രിഫൈസ് ചെയ്ത് 1 ബനാന ആഡ് ചെയ്തു. അപ്പോൾ 3:1. അപ്പോൾ സാക്രിഫൈസ് ചെയ്തത് 3ഉം ആഡ് ചെയ്തത് 1ഉം. ദാറ്റ് മീൻസ് 3:1 = 3. ഇതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒന്നാമത്തെ കോമ്പിനേഷനിൽ നിന്ന് രണ്ടാമത്തെ കോമ്പിനേഷനിലേക്ക് മാറിയപ്പോൾ, അതിൽ നിന്ന് 3ലേക്ക് മാറുമ്പോൾ 2:1. 12 10ആയി, 2 3ആയി. അത് = 2. നാലാമത്തെ കോമ്പിനേഷനിലേക്ക് മാറിയപ്പോൾ 10 9ആയി, 3 4ആയി. അപ്പോൾ 1:1. ദെൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് 3:1. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുമ്പോൾ ഇതിൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈ 4 കോമ്പിനേഷനിലും ഈക്വലാണ്. ഇത് 3:1 എന്നായി മാറി. അതായത് അത് ഡിമിനിഷ് ചെയ്തു. 3 എണ്ണം ആദ്യം സാക്രിഫൈസ് ചെയ്തു, അടുത്തത് 2 എണ്ണമേ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളൂ, അടുത്തത് 1 എണ്ണമേ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളൂ. ആഡ് ചെയ്തതെല്ലാം സെയിം തന്നെ. അപ്പോൾ അതുകൊണ്ട് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു ഫാക്ടൂടെ പഠിച്ചു വെച്ചിരിക്കണം. The marginal rate of substitution will diminishes when the consumption increases at maintaining at the same level of satisfaction. ഇതാണ് നമ്മൾ ഇവിടെ അടുത്ത ഈ ടേബിളിലെ വിശദീകരണം. ഇത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല. ഇതിൽ ലാസ്റ്റ് സെന്റൻസ് മാത്രം ഞാൻ വായിക്കാം. In the above picture, the indifference curve is moving downwards from left to right. ഇൻഡിഫറൻസ് കർവ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഡിഫറൻസ് കർവ് ഇവിടെ തൊട്ടടുത്തൊരു പിക്ചർ ഉണ്ട്. ഇടത്ത് നിന്ന് വലത്തോട്ട് താഴേക്ക് മൂവ് ചെയ്യുന്നു. ഇതിനുള്ള കാരണം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിമിനിഷിങ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഇൻഡിഫറൻസ് കർവിന് കിട്ടുന്നത്. ഇനി അതിൻ്റെ നേരത്തെ കാണിച്ച ടേബിളിൻ്റെ പിക്ടോറിയൽ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന 4 കോമ്പിനേഷൻ 1 2 3 4 ഇവിടെ അത് ABCD എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. അതിൽ എയിൽ 15:1, ബിയിൽ 12:2, സിയിൽ 10:3, ഡിയിൽ 9:4. ഈ 4 കോമ്പിനേഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഈ ടേബിളാണ് ഇത്. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇൻഡിഫറൻസ് കർവ് ഇടത്ത് നിന്ന് വലത്തോട്ട് മൂവ് ചെയ്യാനുള്ള കാരണം കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ടേബിളിൽ പറയുന്നത് ഡിമിനിഷ് ചെയ്യുന്നു എന്നുള്ളത്. ദെൻ താങ്ക് യു. അപ്പോൾ ഈ ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു ടേം വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRS എന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ DMRS എന്ന് പറയും, ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. നമുക്ക് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങളെ കളയാനില്ലാത്തത് കൊണ്ട് നമ്മളടുത്ത ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആവർത്തനം നമ്മൾ ചെയ്യില്ല. ഇത് പെട്ടെന്ന് നമ്മൾ ഈ പോയിന്റുകളിലൊക്കെ സ്കിപ്പ് ചെയ്തു.